കണ്ടു ഞാനൊരു സ്വപ്നമെൻ അരികത്ത് വന്നിരുന്നു നീ മുടിതലോടുന്നതും വിരലിനാൽ തൊട്ട് പ്രാണനിൽ മെല്ലവെ മധുര സംഗീതമാലപിക്കുന്നതും കണ്ണുനീർ വന്ന് തങ്ങി നിൽക്കുന്നൊരൻ മിഴികളാൽ നിന്നെ ഉറ്റുനോക്കുന്നതും നിന്നോടോതാത്ത മൊഴികളാൽ വിങ്ങി നീർക്കുമിള പോലെ ഉറക്കമുടയുന്നതും മിഴി തുറക്കുമ്പോൾ മൗനലോകങ്ങൾക്ക് തീ പിടിച്ച പോലകലെ വിണ്ടുകൾ വെറുതെയപ്പോൾ കൊതിച്ചു പോവുന്നു ഞാൻ വെറുതെയപ്പോൾ കൊതിച്ചു പോവുന്നു ഞാൻ നീയും ഇപ്പോഴീ സ്വപ്നം പങ്കിട്ടുവോ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അടുപ്പിച്ചിപ്പോ മൂന്നാമത് നാടകമാണ് 2 ആഴ്ച തയ്ക്കാത്തത്. അല്ലെങ്കിലും ഇപ്പോഴൊരു രാഷ്ട്രീയ നാടകം എനിക്കതിൽ ആദ്യമേ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. എന്താ പ്രകാശം ചായ കുടിക്കുന്നില്ല? ഇല്ല ശോഭന, ഞാൻ ഇറങ്ങുവാണ്. ഇപ്പൊ തന്നെ ഇരുട്ടി. എനിക്കാണ് പാർക്ക് സ്ട്രീറ്റിൽ ഒരാളെ കാണാനുണ്ട്. എന്താ പ്രകാശ് വണ്ടി കൊണ്ടുപോകും? ഇല്ല. എന്നാ പിന്നെ അല്ല, എന്തായാലും ഞാനും ആ വഴിക്കാണ്. ഞാൻ കൊണ്ടുവിടാം. ആണോ? അല്ല പ്രകാശ്, നിങ്ങളൊന്ന് പറഞ്ഞ ചെറുക്കന് ഏതാ ആ റൈറ്ററാണ്? ആ, അവന്റെ കാര്യം എന്തായി? അവനെ ഞാൻ വിളിച്ചിരുന്നു. അവൻ അടുത്തേക്ക് കൽക്കട്ടയിൽ വെച്ചു. അപ്പൊ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. സുബ്രത ഇറങ്ങാം. ഇപ്പൊ സോമത അത് ശ്യാമസിലെ റെസ്പെക്ടേഷൻ കാര്യമാണ്. ആരാ പ്രകാശ് പറഞ്ഞ ആ പുതിയ റൈറ്റർ? അതൊരു പുതിയ പയ്യൻ. അവന്റെ പേര് ഞാൻ മറന്നുപോയി. ശരി, പ്രകാശിന് അവനെ കുറിച്ച് ഭയങ്കര നല്ല അഭിപ്രായമാണ്. അവൻ എഴുതിയ 1-2 ചെറുകഥകൾ എന്നെ കൊണ്ട് കാണിച്ചു. തരക്കേടില്ലാതെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഒരവസ്ഥയിൽ ഒരാളൊന്നും കൊണ്ടുവരും. പഴയ ആൾക്കാർ ചെയ്തതല്ലേ നമ്മൾ ഇത്രയും കാലം ചെയ്തത്. എന്നിട്ട് എന്താ ഉണ്ടായത്? അതുകൊണ്ടാണ് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വെച്ചത്. അതല്ല, നമുക്ക് നമ്മുടെ പഴയ നാടകങ്ങൾ ഒന്നുകൂടെ കളിപ്പിച്ചു. അത് ഞാൻ ആലോചിച്ചതാ. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് പഴയതിനോട് വലിയ താല്പര്യമില്ല. അവർക്ക് പുതിയ സാധനങ്ങൾ വേണം. ഈയിടെ കളിച്ച നാടകങ്ങൾ വേണം. നമ്മുടെ രംഗഭൂമിയുടെ ആദ്യകാല നാടകങ്ങളിൽ ഉദാഹരണത്തിന് നോഗ്നമിത്യ ഒരു 30 വർഷമായി കാണുന്നില്ലേ? നോഗ്നമിത്യ കൃത്യമായി പറഞ്ഞ 27 വർഷം. 27 വർഷം. അത് കഴിഞ്ഞൊരു തലമുറ തന്നെ കടന്നു. അതുണ്ടാക്കിയ ഒരു ഓളം ചോറ ഗവൺമെന്റ്. എനിക്ക് ഉറപ്പാ വീണ്ടും നമ്മൾ ആ നാടകം കളിച്ച ആൾക്കാർ ഇരച്ചു കയറി. നോഗ്നമിത്യ അതൊരു ക്ലാസിക് നാടകമാണ്. കഥാപാത്രങ്ങളും ഡയലോഗ്സും എ ട്രൂ ക്ലാസിക്. നരേന്ദ്രയുടെ നാടകമല്ലേ, ക്ലാസിക് ആയിരിക്കുമല്ലേ? അല്ല, നരേന്ദ്ര ഇപ്പോൾ എവിടെയാണ്? എനിക്കറിയില്ല ദിവാകർ. നിങ്ങൾ അടുത്ത സുഹൃത്തുക്കളായില്ലേ? ഇപ്പൊ കോണ്ടാക്ട് ഒന്നുമില്ലേ? ഇല്ല. അവനൊരു 3 വർഷം മുമ്പ് എന്നെ കാണാവുന്നു. ഒരാവശ്യത്തിന് അവൻ എന്നെ കാണാവുന്നു. ഒന്ന് ഉടക്കിയ ശേഷമാണ് അന്ന് ഞങ്ങൾ പിരിഞ്ഞത്. പിന്നെ അവനെ കാണാൻ വന്നിട്ടേ. പിന്നെ ഞാൻ അവനെ കാണുന്നത് ഫ്ലോറൻസ് ഹോസ്പിറ്റലിൽ ഡോക്ടർ ബിപ്ലബിന്റെ ഭാര്യ മരിച്ചതാണ്. അപ്പോ നരേന്ദ്ര എഴുതിയിട്ട് ഒരു 5 വർഷമായി കാണാം. അവസാനമായി എഴുതിയത് ഭൂലകൃഷ്ണൻ. അതെ, അദ്ദേഹത്തിന് എന്താ പറ്റിയത്? അത് ഈ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വല്ലതുമായിരിക്കും. നമുക്ക് നരേന്ദ്രയെ കണ്ടാലോ? അത് വേണോ? വേണോ? നമ്മൾ നരേന്ദ്രയുടെ പഴയ നാടകങ്ങൾ കളിച്ചാലും ആലോചിച്ചു. അതിലും നന്നാവില്ല നരേന്ദ്ര തന്നെ എഴുതിയ ഒരു പുതിയ നാടകം. അല്ലെങ്കിൽ ഞാൻ പോവാം. അദ്ദേഹം ഇപ്പൊ എവിടെയാ താമസിക്കുന്നത്? അവൻ അമർ സ്ട്രീറ്റിൽ, ആ സിറ്റി കോളേജിലേക്ക് തെറ്റുന്നതിന് മുമ്പുള്ള ആ റോഡില്ലേ, അതിന് മുമ്പുള്ള ഗല്ലിയിലാണ് അവന്റെ വീട്. ആ പ്രദേശത്ത് വേറെ വലിയ വീടുകളൊന്നുമില്ല. ഈ ഭാഗത്ത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. ഇപ്പൊ ഏതായാലും വൈകിയില്ല, നാളെ പോവാം. അപ്പൊ നമ്മൾ ഇറങ്ങിയാലും ഇല്ല, ഡിപ്പാർട്ട്മെന്റ് പോയിക്കോളൂ. എനിക്ക് 2-3 പണികളോട് ബാക്കി. അപ്പോ ഞാൻ വെയിറ്റ് ചെയ്യണോ? അതിന്റെ അപ്പൊ ശരി, നാളെ.
പൈസ അതെ, എന്താ നിന്റെ ഭാവം? നീ എന്റെ കയ്യിൽ കടം വാങ്ങിയിട്ട് ഇപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ടില്ല. അതൊക്കെ ഞാൻ തരാം. പക്ഷെ എനിക്ക് അത്യാവശ്യം 30,000 രൂപ ഉണ്ട്. 30,000? ആ, ഞാൻ ഒരാഴ്ചക്കുള്ളിൽ നിനക്ക് തിരിച്ചറിയാം. ഒരാഴ്ച എന്റെ പൈസ വാങ്ങുന്നല്ലാതെ തിരിച്ചു തന്നിട്ടില്ല. ഇപ്പൊ തന്നെ എനിക്ക് എത്ര തരാനുള്ള നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? അതൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. അതൊക്കെ ഞാൻ നിനക്ക് 2 ആഴ്ചക്കുള്ളിൽ കൂടി 3 ആഴ്ചക്കുള്ളിൽ തിരിച്ചറിയാം. എന്താ പോരെ? ഇല്ല നാരായൺ, ഇനി എന്റെ ഒരു സഹായം നീ പ്രതീക്ഷിക്കണ്ട. അതിപ്പോ എന്തെങ്കിലും അത്യാവശ്യമാണ് എനിക്ക് മനസ്സിലാവും. ഇതിപ്പോ കുടിച്ച് കൂട്ടാൻ നടക്കാനും ദൂരത്തടിച്ച് കളയാനും വേണ്ടിയില്ല എനിക്ക് കാശ്. ഇല്ല നാരായൺ, ഈ ഒരു ചെറിയ കാശ് എന്റെ നീ പ്രതീക്ഷിക്കേണ്ട. ആ, അങ്ങനെയാണെങ്കിൽ രംഗമുഖിക്ക് വേണ്ടി നരൻ നീ എഴുതുന്നില്ല. അപ്പോഴോ വേണ്ട, നീ വേറെ 100 എഴുത്തുകാർ വരെ എക്കണോമിക്ക് വേണ്ടി എഴുതാൻ. ആ പിന്നെ എന്റെ വായിച്ച മുഴുവൻ പണം ഒരു മാസം തിരിച്ചു തന്നോ, അല്ലെങ്കിൽ എനിക്ക് മറ്റു വഴികൾ നോക്കേണ്ടി വരും. നീ നിന്റെ വഴി നോക്ക്, ഞാൻ എന്റെ വഴി നോക്കാം. ശരി. അവിടെയാണ് ആദ്യത്തെ കഴിയും. പിന്നെ രണ്ടാമത്തെ നടക്കുന്നത് നേരെ വീടിനകത്താണ്. നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ. പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് സ്പീഡിലാക്കണം. ഇനി 1.5 മാസം കൂടെ അല്ലേ ബാക്കിയുള്ളൂ. പിന്നെ ആ രണ്ടാമത്തെ ആക്ടിൽ അമ്മ മതത്തെ പറ്റി പറയുന്ന ഡയലോഗില്ലേ, അത് വേണ്ട സാർ. പക്ഷേ അത് ഉണ്ടാത്ത വയ്യാവലി ഇത് തലയിൽ വെക്കണ്ട. ദിവാകർ എന്തായി പോയിട്ട്? നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നരേന്ദ്ര ഇപ്പൊ അവിടെ താമസിക്കും. പിന്നെ അവിടെ അടുത്തുള്ളവർ പറഞ്ഞിട്ട് ആ വീട് 3 വർഷം മുമ്പ് ജപ്തിയായി. അപ്പം നരേനെ പറ്റി അവിടെയുള്ളവർക്കാർക്കും അറിയില്ല. മുമ്പ് അവിടെ താമസിക്കുന്നവർക്ക് മാത്രം. പിന്നെ വീട് ജപ്തിയായപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ വിളിച്ചു. അപ്പം നരേനെ കുറിച്ച് ഒന്നും ഈ നാടക പ്രേമികൾക്ക് അപ്പൊ അങ്ങനെ ഒരു സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, ലവ് ലോക്ക് സ്ട്രീറ്റിലെ നൈബർ ബാർ അറിയാം. അവിടെ വരാറുണ്ടത്. അവിടെയുള്ള ഒരു ബാർ ബോയ് എനിക്ക് പരിചയമുണ്ട്. അവനോട് ഇനി വരികയാണെങ്കിൽ ഒന്ന് വിളിച്ചറിയിക്കാൻ പറ്റും. അല്ല, പ്രകാശം സുബ്രഹ്മണ്യം ഇല്ല, സുബ്രതയുടെ ഭാര്യയ്ക്ക് ഇതിപ്പോ 9ാം മാസമല്ലേ. പിന്നെ പ്രകാശ് അവന്റെ ഭാര്യയുടെ അനിയത്തിയുടെ കല്യാണമല്ലേ അടുത്ത ആഴ്ച. അവൻ അതിന്റെ തിരക്കിലായിരിക്കും. അത് അടുത്ത ആഴ്ചയായിരുന്നു. സമയം പോയതാണ്. ഇതാരാ ഇപ്പൊ ഇങ്ങനെ ചോദിച്ചു വരാൻ? അല്ലേ? ആ, ഞാനാണ് നിങ്ങൾ കാണണമെന്ന് പറഞ്ഞാൽ നരേൻ. നരേൻ, നീ ഒരുപാട് മാറി. മാറ്റം അതെല്ലാ കാലത്തും അനിവാര്യമല്ലേ ഷോമോ? നിങ്ങളെന്താ എന്നെ അന്തം വിട്ട് നോക്കുന്നത്? ഇരിക്കൂ, ഞാൻ കുറച്ചു നേരം ഇരുന്ന് നിങ്ങളോടൊക്കെ സംസാരിച്ചിട്ടേ പോകും. അപ്പൊ ദിവാകർ, ഞാൻ നമ്മുടെ ലൈബർ ബാറിൽ അവിടെ ഇരുന്ന് ഒരു 2 അല്ല 3 ലാർജ് കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ജോൺ വന്ന് എന്നോട് പറയുന്നത്, എന്നെ അന്വേഷിച്ച ഒരാൾ വന്നിരുന്നു എന്നും ഞാൻ വന്നാൽ അയാൾ പറയാൻ പറഞ്ഞിരുന്നു. ഞാൻ ആലോചിച്ചപ്പോ അതാരെ ഇപ്പൊ എന്നെ അന്വേഷിച്ചു വരാൻ? എന്നാ പിന്നെ അയാളെ അങ്ങോട്ട് പോയി കണ്ടേക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ജോൺ തന്ന നമ്പറിൽ വിളിച്ചപ്പോ ദിവാകരന്റെ ഭാര്യയാണ് ഫോൺ എടുത്തത്. ഇപ്പൊ ചെന്നാൽ രംഗഭൂമിയിൽ കാണാമെന്നും പറഞ്ഞു. ഞാൻ അവിടുന്ന് നേരെ ഒരു ടുക്ടുക്കിൽ ഇങ്ങോട്ട് പോന്നു. പറയൂ ദിവാകർ, എന്ത് സഹായമാണ് എനിക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുക? നരേൻ, നമുക്ക് നാളെ സംസാരിക്കാം. ഇപ്പൊ നിന്റെ അവസ്ഥ
എനിക്ക് ബോധമില്ലായിരിക്കും അല്ലേ? എന്നെ ഇത്രയും ബോധത്തോടെ നിങ്ങൾക്ക് ഇനി ഒരിക്കൽ കാണാൻ പറ്റും. അതുകൊണ്ട് പറയാനുള്ളതൊക്കെ ഇപ്പൊ തന്നെ പറഞ്ഞു. എന്താ രംഗഭൂമിയുടെ ഒരു പുതിയ നാടകത്തെ കുറിച്ച് ആഹാ, നല്ല കാര്യം. അപ്പോ ഷോമോദയ പറഞ്ഞത് നരേന്ദ്രയുടെ ഒരു പുതിയ നാടകമായി ദിവാകർ വെറുതെ നുണ പറയണ്ട. ഷോമോ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് ദിവാകർക്ക് തന്നെ തോന്നിയ ഒരു ആശയമാണ്. എന്താ ശരിയല്ലേ? നീ അന്ന് നടന്നതൊക്കെ ഇപ്പോഴും മനസ്സിൽ വെച്ചിരിക്കുകയാണ്. ഞാൻ ദേഷ്യം വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു എന്നല്ലാതെ. അതൊക്കെ ഞാൻ എപ്പോഴും മറന്നു ഷോമോ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വെക്കാനൊന്നും എന്റെ മനസ്സിൽ ഇപ്പൊ സ്ഥലമില്ല ഷോമോ. പക്ഷെ ദിവാകർ എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ ആവശ്യം എനിക്ക് ചെയ്തു തരാൻ പറ്റില്ല. അതെ നരേ, നിനക്ക് ഒന്നും കൂടി എഴുതിക്കൂടെ? നിന്റെ ഈ ഒടുക്കത്തെ കുടിയൊന്ന് നിർത്ത്, അപ്പൊ തന്നെ ശരിയാവുമല്ല. ഒന്നും ശരിയാവാത്തപ്പോൾ എല്ലാം ശരിയാവാൻ വേണ്ടി തുടങ്ങിയതാണ് ഞാനിത്. ഇപ്പൊ നീ പറയുന്നു എല്ലാം ശരിയാവാൻ വേണ്ടി ഞാനിത് നിർത്തുകയാണ്. നീ കിറുക്ക് പറയുന്നു, നിർത്തുന്നവരെ. പിന്നെ ദിവാകർ പറഞ്ഞു നീ നിന്റെ പഴയ വീട്ടിലല്ല ഇപ്പൊ താമസിക്കുന്നത്. അപ്പൊ നീ എവിടെയാ താമസിക്കുന്നത്? അങ്ങനെ ചോദിച്ചാ ആകാശമാകുന്ന മേൽക്കൂരയ്ക്ക് കീഴിൽ എവിടെയെങ്കിലും മഴയും തണുപ്പുമൊക്കെ ആയ പിന്നെ കിടപ്പ് ഉണ്ണിയേശുവിനെ പോലെ വല്ല കാലിത്തൊഴുത്തിലാണ്. ഒറ്റയ്ക്ക് കിടന്ന് മടുക്കുമ്പോൾ ചില രാത്രികളിൽ മഗ്ദലന മറിയങ്ങളെ തിരിക്കും. ഇനി മുതൽ അത് വേണ്ട. നിനക്ക് നമ്മുടെ ആക്ടേഴ്സ് ക്വാർട്ടേഴ്സിൽ താമസിക്കാം. അത് വേണ്ട, അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും. ഷോമോദ പറഞ്ഞതാ ശരി. നരേന്ദ്രക്ക് ഇവിടെ എപ്പോ വേണമെങ്കിലും താമസിക്കാമല്ലോ. സുസ്മിതയെ കുറിച്ചും ഞാൻ ദിവാകർ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. നിനക്ക് അവളോടൊന്ന് സംസാരിക്കാതിരിക്കും. അവൾ പോയപ്പോ എനിക്കൊന്നും തോന്നിയില്ല ഷോമോ. ഒന്നുകൂടെ നിർബന്ധിച്ച നരേന്ദ്ര ഈ അന്തരീക്ഷത്തിൽ കാണും വീണ്ടും എനിക്ക് ഉറപ്പാണ്. നിനക്ക് ഓർമ്മയുണ്ടോന്നേ നമ്മൾ ആദ്യം കണ്ടുമുട്ടിയ ആ ദിവസം? അന്ന് നീ എഴുതി തുടങ്ങുന്നതേ ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ നാടകം തലക്കി പിടിച്ചൊരു നാടക കമ്പനി തുടങ്ങി. കളിച്ച നാടകങ്ങളെല്ലാം നിലം പരിശായിരിക്കും. പെട്ടെന്ന് ഒരു ദിവസം നീ കയറി വന്ന് പറഞ്ഞു, ഞാൻ എഴുതിക്കോളാം നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി. അടച്ചുപൂട്ടാൻ പോകുന്ന കമ്പനിക്ക് ഒരു നാടകം കൂടി ആയിക്കോട്ടെ എന്ന് ഞാൻ നോക്കുന്നല്ലോ. നമ്മൾ എവിടെ നിന്ന് എവിടെ വരെ എത്തി? ആൾക്കാർക്ക് ഇന്നും രംഗഭൂമി എന്ന് വെച്ചാൽ നരേനാണ്. എനിക്കും നീ ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാകുമായിരുന്നില്ല. എന്നെ സഹായിച്ച എന്റെ സുഹൃത്തിന് ഒരു കഷ്ടകാലം വരുമ്പോ സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നീ ഞാൻ പറയുന്നൊന്നുമില്ല. നിനക്ക് എഴുതാൻ വയ്യെങ്കിലും വേണ്ട. പക്ഷേ ഇനി മുതൽ നീ തെരുവോരത്ത് കിടന്നു. നിനക്കിവിടെ ഒന്നിൽ ആക്ടേഴ്സ് ക്വാർട്ടേഴ്സിൽ താമസിക്കും. എന്താ? അവിടെ കുറച്ചധികം ഭാവമുണ്ട്. അല്ലെങ്കിൽ അത് കാണുന്നവർക്ക് നമുക്കൊന്നുകൂടി നോക്കാം.
ഇല്ല, എനിക്ക് ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. ഈ നാടകം നിങ്ങൾ എഴുതിയതാണ്? അതെ സാർ, ഞാൻ സാറിന്റെ വലിയൊരു ആരാധകനാണ്. ഞാൻ ഫീൽഡിൽ വന്ന് തന്നെ സാറിന്റെ നാടകങ്ങൾ കണ്ടതാണ്. സാറിന്റെ എല്ലാ നാടകവും ഞാൻ കണ്ടിട്ടുണ്ട്. സാർ ഇവിടെ പുതിയ നാടകം? ഏയ് ഇല്ലില്ല, ഞാൻ കുറച്ച് നാളായിട്ട് പിന്നെ മുകളിലാണ് താമസം. ഇവിടെ ഒരു ബഹളം കേട്ടപ്പോ എന്താണെന്ന് ഒന്ന് നോക്കാൻ സാർ എത്രമായി ഇവിടെ താമസിക്കണം? സാർ, എൻ്റെ പേര് മോഹൻ എന്നാണ്. ഞാനാണ് ഈ നാടകത്തിലെ നായകൻ. സാറിൻ്റെ ഒരു ഓട്ടോഗ്രാഫ്. സാറിൻ്റെ അടുത്ത നാടകത്തിലെ വേഷം. ഞാൻ വന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരുന്നു തോന്നുന്നു. നിങ്ങളുടെ പണി നടക്കട്ടെ, ഞാൻ അങ്ങോട്ട് മാറിയിരിക്കണം. സാർ, അത് കുഴപ്പമില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞു, ഇവിടുത്തെ ഈ അന്തരീക്ഷം അതിൻ്റെ പഴമടിയാണ്. കൂടിപ്പോയ ഒരാഴ്ച നമുക്ക് നോക്കാം. പിന്നെ പ്രകാശ് പറഞ്ഞ ചെറുക്കം വന്നിട്ടുണ്ട്. ഞാൻ നമ്മുടെ വീട്ടിൽ പോകും. ഈ ഡയലോഗ് പറയുമ്പോൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കാം. ഇവിടെ നോക്കാം. ശരിയല്ല, എന്നാ നമുക്ക് തുടങ്ങാം. ഈ സീൻ കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോലെ. രാവിലെ തന്നെ പറഞ്ഞിരുന്നല്ലോ. എങ്കിൽ ശരി. ഇവർ പോയി കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ സീൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല സർ. എങ്കിലെല്ലാവർക്കും പോകാം. ബാക്കി നമുക്ക് നാളെ ഈ സാധനം നമുക്ക് മാറ്റി. ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും ചെയ്യുന്ന ജോലിയോട് തീരെ കമ്മിറ്റ്മെന്റ് ഇല്ല സർ. സർ, ഈ ലൈറ്റ് നോക്കി. ചായ അത്ര വലിയ താല്പര്യമില്ല. എന്നാ ഞാൻ പറഞ്ഞ ശരിയല്ല. മൊട്ടായി ഇവിടെയാണോ താമസം? ഞാനും ഇന്ന് തൊട്ട് ഇവിടെയാ. എനിക്ക് ഈ സ്ഥലം ഭയങ്കരമായി പുറത്തെ ആ പച്ചപ്പും അകത്തെ ഒരു അന്തരീക്ഷവും എഴുതാൻ എന്തുകൊണ്ട് പറ്റിയ സ്ഥലമാണ് അല്ലേ? എന്താ മൊട്ടായത്, ഞാൻ മാത്രം ഇങ്ങനെ സംസാരിക്കുന്നു, നിങ്ങളാണെങ്കിൽ അതെ അതെ എന്ന് മാത്രം പറയും. എന്തെങ്കിലുമൊക്കെ എന്നോട് ചോദിക്കും. ഇവിടെ ആണെങ്കിൽ വേറെ ആരുമില്ല ഒന്നും മിണ്ടാൻ. അതെ, അത് ഞാൻ പറഞ്ഞില്ലേ, രംഗഭൂമി ചെയ്തത് എന്റെ നാടകമാണ്. ഇത് കൊള്ളാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ സാധനങ്ങൾ തന്നെ വീണ്ടും വീണ്ടും എന്നോട് ചോദിക്കും. പക്ഷെ ബാബു, നീ വളരെ ചെറുപ്പമാണല്ലോ. ഒരു നാടകം എഴുതാനുള്ള ജീവിതമൊക്കെ നീ ജീവിച്ചു തീർത്തോ? ആ, അങ്ങനെ പോട്ടെ. കേട്ടോ, പക്ഷെ ഇതെന്റെ ആദ്യത്തെ നാടകമാണ്. ഈ അടുത്തെങ്ങും ഒരു നാടകം എഴുതുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചത്. പിന്നെ ഈ ചെറുകഥകളൊക്കെ എഴുതി തിരിച്ചു പോരുകയാണ്. പിന്നെ ഒരു നോവൽ എഴുതി. അല്ലെങ്കിലും പണ്ട് തൊട്ട് എൻ്റെ ആഗ്രഹം ലോകം അറിയപ്പെടുന്ന ഒരു നോവലിസ്റ്റ് ആണെന്ന്. ഡിക്കൻസിനെ പോലെ, ടോൾസ്റ്റോയിനെ പോലെ. പക്ഷെ എന്ത് ചെയ്യാനാ, പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം പോവുക. അപ്പൊ നാടകത്തിലേക്ക് ടീച്ചാണ്.
എല്ലാവരെയും കണ്ടു. അവിടെ ഒരു നോക്ക് മാത്രമേ എനിക്ക് കാണാൻ കഴിയൂ. പക്ഷേ അന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരാളാണ്. പിന്നെ നമ്മൾ എവിടെ നോക്കിയാലും ആ തിരക്കിൽ പെട്ടെന്ന് അവൾ മാഞ്ഞു പോയി. എത്ര തെറ്റിനും പിന്നെ അവളെ കണ്ടിട്ടില്ല. പക്ഷേ ആ മുഖം എന്റെ മനസ്സിൽ നിന്ന് മാറ്റി. അവിടെ ഒരു നോക്ക് കാണാൻ ഞാൻ കുറേയാണ് പോയില്ലെങ്കിലെല്ലാം അവൾക്കായി. ഒടുവിൽ അവൾ ഒരു രാത്രിയുടെ മാത്രമായിട്ടുള്ള ഞാൻ തന്നെ പണിയിരുത്ത സുഖലോകം എല്ലാ രാവുകളിലും എന്നെ കാണാൻ വന്നിരുന്ന ഒരാൾ മാത്രം. അങ്ങനെയാണ് ഇവിടെ വന്ന് പെട്ടത്. നാശം, ഇത് തീർന്നല്ലോ. ഇനി ഈ സമയത്താണെങ്കിൽ ഇതെവിടെയും കിട്ടുകയില്ല. ആ സ്ഥിതിക്ക് ഞാൻ ഉറങ്ങാൻ പോട്ടെ. എന്നാൽ പിന്നെ ഞാൻ ഇവിടെ നിന്ന് എത്തിക്കില്ല. ഞാനും പോകും. ഗുഡ് നൈറ്റ് പക്ഷേ. ഇന്നലെ അവിടെ ഉണ്ടായിരുന്ന മീൻകറി എന്തായിരുന്നു അതിന്റെ രുചി? ഏത് മീനായിരുന്നു അത്? എരിവുള്ള കട്ട്ലേ. കട്ട്ലയല്ല, എന്തായാലും ഫ്ലൂയാണെന്നാ തോന്നുന്നത്. അതങ്ങനെ മുറിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവാത്തതാണ്. പിന്നെ ആ അതത് ലേലക്കായിട്ടിരുന്നു. അതുകൊണ്ടാണ് അതിന് ആ രുചി. അവരാരെയാണ് അവർ പാചകമേൽപ്പിച്ചിരിക്കുന്നത്? ഇന്നലെ തുറക്ക ശരിയായില്ലെന്ന് തോന്നുന്നു. ശരിയാ, അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായില്ല. നരേന്ദ്ര, ഇന്നലെ ഇവരുടെ നാടൻ കണ്ടു. ഇങ്ങനെയുണ്ട്. വിളിക്കാം. ഇവൻ ഒരു മാറ്റവും എനിക്ക് തോന്നുന്നു. നരേന്ദ്ര ഇവിടെ ഉള്ളിൽ തന്നെ വ്യത്യാസമൊന്നും വലിയ വലിയ കലാകാരന്മാർക്കൊക്കെ ഒരു മ്യൂസിയം അതുപോലെ അവർക്ക് എഴുതാനും വരയ്ക്കാനും അവർക്കൊരു പ്രചോദനം.
പക്ഷേ നരേൻ എങ്ങനെയായാലും സുസ്മിത തന്നെയായിരുന്നിരിക്കണം അവന്റെ മ്യൂസ്. അപ്പൊ അവള് വിട്ടുപോയതായിരിക്കാം. ഇനി ആരെങ്കിലും വരുമായിരിക്കാം. ഹലോ, ആ എന്താണോ? അതെയോ? അപ്പൊ നമുക്ക് കൂടുതലോ? സുബ്രതയുടെ ഭാര്യ പ്രസവിച്ചു, പെൺകുഞ്ഞാണല്ലേ? നമുക്കൊന്ന് അവിടെ വരെ പോയി വരാം. മെഡിക്കൽ കോളേജിലാ. വാ നരേൻ, നരേൻ, ഞങ്ങളൊന്ന് മെഡിക്കൽ കോളേജ് വരെ പോയി വരാം. ഇവിടെ ഇങ്ങോട്ട് വന്നേ. ഇവിടെ ഇന്നെന്താ തീയതി? 13 മാർച്ച് 13. ഇന്ന് കൊങ്കനയുടെ ജന്മദിനമാണ്. അതിനിടയിൽ അതൊക്കെ മനസ്സിലായി. ഇപ്പോൾ അവളെക്കുറിച്ച് എല്ലാം എനിക്കറിയാം. അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, പാട്ടുകൾ, നിറം, അങ്ങനെയെല്ലാം. ഇത് അപ്പോൾ മൊഷായി വിചാരിക്കും ഞാനിതെല്ലാം അവളോട് കുറെ സംസാരിച്ച് മനസ്സിലാക്കിയതാണ്. ഇതെല്ലാം ഞാൻ ദൂരെ മനസ്സിലാക്കിയതാണ്. ഇതുവരെ ഞാൻ അവളോട് ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. എന്തോ അവളെ കാണുമ്പോൾ നെഞ്ചിനകത്തൊരു ഞാൻ അവളോട് ഇന്ന് നേരെ ചെല്ലുന്നു. കൊങ്കന ജന്മദിനാശംസ. അവളെ കാണാൻ പോകുന്നു. അവളുടെ വീട്ടിൽ ഇന്നൊരു വിരുന്നുണ്ട്. ഇല്ല, പക്ഷെ വിദ്യാഭ്യാസം ക്ഷണിച്ചു. അവരുടെ കൂടെ പോകാമല്ലോ. എങ്കിൽ അല്ലെങ്കിൽ മോശായി എന്റെ കൂടെ മോശായി കൂടെ പോകാം. എന്നെ അവർ ക്ഷണിച്ചിട്ടില്ലല്ലോ. അത് കുഴപ്പമില്ല, എന്റെ കൂടെ വന്നത് തന്നെ പറഞ്ഞു. എനിക്ക് ഇപ്പോൾ തന്നെ പേടിയാണ്. മോശായി കൂടെ ഉണ്ടെങ്കിൽ രാജവാസം വരും. മോശായി കൂടെ വാ. വാ, എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് തയ്യാറാണ്. അധികം സമയം കളയുന്നു. പെട്ടെന്ന് വായോ. വിശ്വസിക്കാനേ സാധിക്കില്ല. എന്റെ അമ്മയും ചേർന്ന് വലിയ ആരാധിക്കാറ്. നമുക്ക് അമ്മയെ കാണാം. ഈ പറഞ്ഞത് വളരെ ശരിയാണ്. കൊങ്കണിക്ക് നാടകങ്ങളെ കുറിച്ചുള്ള അറിവ് അപാരമാണ്. വിഷമിക്കണേ, നമ്മളെ കാണാൻ പറ്റില്ല.
അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റും. അതിനെന്താ, ഇനി ഇനിയൊരു അവസരം കിട്ടും. അല്ലെങ്കിൽ മോശമായി എന്റെ നാടകം പുറത്തിറങ്ങിയിട്ട് അവൾ ചെന്ന് കാണും. അപ്പോൾ അവൾക്ക് എന്നോട് നല്ല മതിപ്പായി. എങ്കിൽ ഞാൻ പോയി എന്റെ നാടകം എടുത്തു. ഞാൻ നിന്നോട് ചോദിച്ചില്ല, എന്താ നിന്റെ നാടകത്തിന്റെ പേര്? പേര് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. നല്ലത് ഒരെണ്ണം കിട്ടിയില്ല. അത് പ്രണയകഥയാണ്. രണ്ട് ഹൃദയങ്ങളുടെ അവർ പരസ്പരം കൈമാറുന്ന സ്വപ്നങ്ങളുടെ. You're beautiful and you're mine. You're 16. You're beautiful and you're mine. You're 16. You're beautiful and you're mine. ഇന്നിപ്പോ വെള്ളിയാഴ്ചയായി. അടുത്ത വെള്ളിയാഴ്ചയായിട്ട് പ്രീമിയം. അത് നല്ലോണം ഓർമ്മയുണ്ടോ? സാധനങ്ങൾ തിരക്കിയല്ലേ? നമ്മൾ ഇങ്ങോട്ട് തുടങ്ങുകയാണ്. സാറിത് കണ്ടിട്ട് മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തുന്നുണ്ടെങ്കിൽ പറയാം. എന്താ ഇയാളുടെ കഥാപാത്രം? സർ, ഇയാളാണ് കഥയിലെ നായകൻ ജനാർദ്ദൻ. ജനാർദ്ദൻ. എനിക്ക് തോന്നുന്നു ജനാർദ്ദൻ എന്ന പേരിന് കുറച്ചുകൂടി അനുയോജ്യം. ഇതുപോലത്തെ ഒരു കോട്ട എന്താ ശരി? അത് ശരിയാണ് സാർ. ഞാനതിനെപ്പറ്റി അത്ര ചിന്തിച്ചിരുന്നില്ല. ഇതുപോലത്തെ ഒരു കോട്ട് സംഘടിപ്പിക്കും. അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്താ നിങ്ങളുടെ പേര്? റസാഖ്. റസാഖ്. ഞാൻ എന്റെ ഈ കൂട്ട് നിങ്ങൾക്ക് തരാം. നിങ്ങൾ നാടകം കഴിഞ്ഞ് തിരിച്ചു തന്നാൽ മതി. അതുവരെ ഞാൻ ഈ കൂട്ട് പിടിച്ചു. വളരെ നന്നായിട്ടാണ് എനിക്ക് അവനെ സംസാരിച്ചത്. പക്ഷെ അന്ന് കണ്ടു സംസാരിച്ചു എന്നല്ലാതെ പിന്നെ ഞാൻ അവനെ കാണാനൊന്നും പോയില്ല. അവൻ എന്നെ കാണാൻ വന്നില്ല. എഴുത്തുകാരില്ലേ, അവർക്ക് അവരുടേതായ സ്പേസ് ഉണ്ടാവും. എന്തായാലും എഴുതിക്കാരി കാണാൻ പറ്റുമല്ലോ. ഇത് പ്രകാശ്, നിങ്ങൾ നേരെ പരിചയപ്പെട്ടില്ലല്ലോ. നീ എങ്ങോട്ടാ? കോളേജ് സ്ട്രീറ്റിലേക്ക് ഒന്ന് രണ്ട് പുസ്തകങ്ങൾ വാങ്ങാൻ. കോളേജ് സ്ട്രീറ്റിന്റെ അടുത്തല്ലേ? നിനക്ക് നടന്നു പോകാന്നല്ലേ ഉള്ളൂ. ഈ തരം ബുദ്ധിമുട്ടാണെങ്കിൽ അത് പറഞ്ഞാൽ പറ്റില്ല. അല്ല അങ്ങനെയല്ല. നമുക്ക് തുടങ്ങാം. ഇല്ല, എനിക്ക് ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. നിങ്ങൾ പറഞ്ഞ പോലെ അല്ലല്ലോ. ഞാൻ നോക്കിയിട്ട് അദ്ദേഹത്തിന് ഒരു കുഴപ്പവും കാണുന്നില്ല. പിന്നെ ഇന്ന് ദിവാകർ വിളിച്ചിരുന്നു. അവനിന്ന് ദാർജിലിംഗിലേക്ക് പോവാണെന്ന് പറഞ്ഞല്ലോ. ഇനി അതിന്റെ ആവശ്യമുണ്ടോന്ന് തോന്നുന്നില്ല. ഇങ്ങനെയാണ് ഒന്നുകൂടി നോക്കാം. ഈ നാടകത്തിന്റെ പ്രദർശനം അത് ഞായറാഴ്ച, വെള്ളിയാഴ്ച നമ്മൾ പ്രീമിയർ എല്ലാവരും ക്ഷണിച്ചല്ലേ? അങ്ങനെ ക്ഷണിക്കാൻ മാത്രം നമ്മൾ സാധാരണ വിളിക്കാറുള്ള ആൾക്കാർ അവരെ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് രണ്ട് പുതിയ ആൾക്കാരെ കൂടെ പറഞ്ഞിട്ടുണ്ട്. തുടങ്ങാം. ഇല്ല, എനിക്ക് ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. നീ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം വെറും മായയാണ്. നീ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു മായ ലോകത്തിലാണ് നീ ഇപ്പോൾ. അല്ല അല്ല, നമ്മുടെ കഴിഞ്ഞ കുറച്ച് നാടകങ്ങളെ വെച്ച് നോക്കുമ്പോ ഇതൊരു പുതിയ വിഷയം. പക്ഷെ ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. അതൊരു ഭാഗ്യമാണ്. ശരിയാണ്. താഴെ എല്ലാം ശരിയാക്കി വെച്ചിട്ട് നമുക്ക് പോവാം. അതെ,
വാങ്ങിച്ചു? വാങ്ങിക്കാൻ ഉദ്ദേശിച്ച പുസ്തകങ്ങൾ കിട്ടിയില്ല. എന്ത് പുസ്തകങ്ങളാണ് നരേന്ദ്രക്ക് വേണ്ടത്? പറഞ്ഞാൽ മതി, ഞാൻ എത്തിച്ചു തരാമല്ലോ. വേണ്ട, എന്റെ പ്രകാശ് തന്നെ അത് കൊണ്ടുപോകുന്നില്ല. അത് ഞാൻ വാങ്ങിച്ചോളാം. എനിക്ക് സംസാരിച്ചിട്ട് പോവാ. ഞാനൊരു പുതിയ നാടകം എഴുതാൻ തുടങ്ങുകയാണ്. സത്യമാണോ പ്രകാശ്? നീ അവൻ പറഞ്ഞത് കേട്ടോ? എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ ശുഭ്രതയും ദിവാകരനെയും വിളിക്ക്. നരേൻ വീണ്ടും രംഗഭൂമിക്ക് വേണ്ടി എഴുതാൻ പോകുന്നു. നമുക്കിത് ആഘോഷിക്കണം. പക്ഷെ ദിവാകർ, ഓ, അവനിവിടെ ഇല്ല അല്ലേ? സാരമില്ല, അവൻ വന്നത് നമുക്ക് ഒന്നുകൂടി ആഘോഷിക്കാം. നമുക്കത് പ്രീമിയർ അന്ന് തന്നെ അനൗൺസ് ചെയ്യാം. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും രംഗഭൂമിയും തലയിലും ചേർന്ന് ഒരു നാടകം കൂടി ചെയ്യാൻ പോകും. ഞാൻ ആദ്യത്തെ നാടകം ഞാൻ എഴുതി. ഇതിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്നറിയില്ല. ഇതിലെ അവസാന ഭാഗം. സ്വന്തം പ്രണയിനി എന്നേക്കുമായി നഷ്ടപ്പെട്ടെന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന നായകന്റെ അടുത്തേക്ക് അവൾ വന്ന് അവനോടുള്ള പ്രണയം തുറന്നു പറയുന്ന ഭാഗം മോശമായി നോക്കിക്കൊണ്ടു. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ കഥ ഇപ്പോൾ തന്നെ കൊങ്കനയോട് പറയാം. നാടകം കാണാൻ ക്ഷണിച്ചാൽ പോലെ. അത് പറ്റില്ല. എനിക്കിപ്പോൾ തന്നെ പറയാം. അത് മാത്രമല്ല, ഞാനിന്ന് അവളോട് എന്റെ പ്രണയം തുറന്ന് പറയാൻ പോവുകയാണ്. നീ എവിടെ വെച്ചാൽ അവളെ കാണാൻ പോകുന്നു? ഒരു 5:30 ആകുമ്പോൾ അവളും സുഹൃത്തുക്കളും രവീന്ദ്ര സരോവറിന്റെ അടുത്തിലാണ്. അവിടെ വെച്ച് കാണാം. ഇനി അധികം സമയം കളയാൻ. ശരി മോശം. എനിക്കൊരു കാര്യം പറയാനാണ്. അല്ലെങ്കിൽ ഇത് ഞാൻ ആദ്യമായി എഴുതിയ നാടകമാണ്. ഇത് ആര് വായിക്കുന്നതിനേക്കാളും തന്നെ നീ വായിക്കുന്നത് എനിക്കൊരു മോശമാണ്. ഇത് എഴുതാൻ തന്നെ കാരണം നീയാണ്. ഇത് ഞാൻ നിനക്കായി എഴുതിയതാണ്. ഇത് ഞാൻ നിനക്കായി എഴുതിയ പ്രണയലേഖനമാണ്. ഞാൻ നിന്നെ ലോകത്തിലെ മറ്റെന്തിനേക്കാളും പ്രതിക്കുന്നു. നിങ്ങളുടെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല. അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ല. Just look at you. എന്നെ പ്രണയിക്കാൻ മാത്രം എന്താണ്? This is strange. ഇങ്ങനെ ഒരു പ്രണയാഭ്യർത്ഥന ഇത് ആദ്യമായിട്ടാണ്. എനിക്ക് വേണ്ടി ഒരു നാടകം തന്നെ എഴുതിയിരിക്കുന്നു. ഞാൻ നാടകങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ ഇതുപോലുള്ള നാടകങ്ങൾ വായിച്ചു കളയാൻ മാത്രം സമയമില്ല. പിന്നെ എന്റെ ഹൃദയം നടന്ന് എന്നെ ചര്യം ചെയ്തു. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നയാളെ ഞാൻ കണ്ടത്. ഞാൻ ഒരുപാട് ആരാധിക്കുന്ന, ഒരുപാട് പ്രണയിക്കുന്ന ഒരാളാണ്. You might know him as well. Narendranath Roy, the great playwright. നമ്മളിപ്പോ കണ്ടിട്ട് ഒരുപാട് നാളായി. ഈ ഡാർജിലിംഗിലാണെന്ന് എന്റെ ഒരു വഴിയാണ്. സുസ്മിതയെ ശരിക്കും ഞാൻ ക്ഷണിച്ചത് പ്രീമിയർ കാണാൻ വേണ്ടിയില്ല. സുസ്മിതയ്ക്ക് അറിയാൻ വഴിയില്ല. നരേന്ദ്രയുടെ മുകളിലാണ് താമസം.
നിങ്ങൾ വിട്ടുപിരിഞ്ഞത് ഞാൻ ഈ ഇടക്കാലത്താണ് അറിഞ്ഞത്. നരേനെ ഞാൻ കാണുമ്പോ അവന്റെ അവസ്ഥ വളരെ മോശമാണ്. സുസ്മിൻ അവനെ വിട്ടുപോയത് അവനെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. നിങ്ങളുടെ കല്യാണത്തിന് കാരണക്കാരനായത് കൊണ്ട് കൂടെ പറയാണ്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിയില്ല. എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് പറഞ്ഞു പരിഹരിച്ചൂടെ? തിരിച്ചു കിട്ടാത്ത സ്നേഹം എത്ര നാളാണ് വെച്ച അങ്ങനെ തോന്നലാണ് സുസ്മിത. നരേന് നിന്നെ ഇഷ്ടമാണ്. ഒരുപാട് നാൾ ഞാൻ എന്നെ തന്നെ കള്ളം പറഞ്ഞ് പഠിപ്പിച്ചതാണ്. പക്ഷെ എനിക്കത് നടക്കില്ല. നീ എനിക്ക് വേണ്ടി കണ്ടെത്തിയത് ഒരു ഭ്രാന്തനെയാണ്. അവൾ മരിച്ച ആ രാത്രി ഞാനതിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. അതിനുശേഷം അയാൾ പേന കൈകൊണ്ട് തൊട്ടിട്ടില്ല. അയാൾ ഈ ലോകത്ത് ആകെ സ്നേഹിച്ചിട്ടുള്ളത് അവളെ മാത്രമാണ്. ഡോക്ടർ വിപ്ലവിന്റെ ഭാര്യ. പക്ഷേ നിന്റെ സംശയം ശരിയാണ്. ഇങ്ങനെ ഒരാൾ അവളെ പ്രണയിക്കുന്നുണ്ടെന്ന് ചിലപ്പോൾ അവൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ക്ഷമയ്ക്കറിയുന്നു. അയാൾ എഴുതിയ ഓരോ നാടകവും അവൾക്ക് വേണ്ടിയാണ്. അവൾക്ക് കാണാനാണ്, അവൾക്ക് വായിക്കാനാണ്. അവളെ കാണിക്കാൻ വേണ്ടി പണം കടം വാങ്ങിയിട്ട് വലിയ വലിയ മാളികയിലേക്ക് താമസം മാറി. എത്രയോ നാളുകൾ, എത്രയോ രാത്രികൾ ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ടെന്ന് അറിയുമോ? എന്നിട്ടും അയാൾക്ക് ഈ ലോകത്ത് ആകെ ഇഷ്ടം ഉണ്ടായിരുന്നത് അവളെ മാത്രമാണ്. അയാളുടെ മനസ്സിലാകെ അവൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എത്രയോ പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ അവളായിരുന്നെങ്കിലെന്ന്. എനിക്ക് നരനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ശോഭ. അതിന്റെ ആവശ്യമില്ല. ശോഭ വിളിച്ചതുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ അറിയട്ടെ. എന്നാ ഞാൻ എന്റെ പുതിയ നാടകത്തിന്റെ കഥ പറയട്ടെ. പ്രീമിയറിന് കൊങ്കണ വന്നിട്ടുണ്ട്. എന്നിട്ട് അവൾ എന്നോട് അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഞാനും അവളോട് ഇതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇത് കേൾക്കുമ്പോൾ അവൾ ഞെട്ടും. എന്റെ എല്ലാ നാടകങ്ങളും അവൾക്ക് എന്ത് ഇഷ്ടമാണ്. എന്റെ ഈ നാടകവും ഞാൻ ആദ്യം പറയാൻ പോകുന്നു. ഞാൻ പിന്നെ വേറൊരു കാര്യം നിന്നോട് പറഞ്ഞില്ല. എന്താ? ഞാനും കൊങ്കണയും തമ്മിലുള്ള നിനക്ക് ഭ്രാന്താണ്. കൊങ്കണ അവൾ മരിച്ചിട്ട് 3 വർഷം കഴിഞ്ഞു. അതിനു മുമ്പ് അവൾ മറ്റൊരാളുടെ ഭാര്യയായി. നീ എഴുതിയ ഒരു നാടകം പോലും കാണാൻ കൊങ്കണ ഇതുവരെ വന്നിട്ടില്ല. അവൾക്ക് നിന്നെ അറിയുക പോലുമില്ല. നരേ, നിനക്ക് ഭ്രാന്താണ്. അതെ വാ, സ്വപ്നമില്ല. നാലേ അതിശയം തന്നെ. നിന്നെ കണ്ടപ്പോൾ ഞാൻ ഇത്രയും കഴിവുണ്ടെന്ന് വിചാരിച്ചിരുന്നില്ല. ഇത് നീ നോക്കിക്കോ, ഇതോടുകൂടി രംഗഭൂമിയുടെ ഭാഗ്യം തെളിയാൻ പോവുകയാണ്. പക്ഷെ നീ ആദ്യം പറഞ്ഞത് ഇതൊരു പ്രണയകഥ ആണെന്നല്ലേ? ഇപ്പോഴും ഇതൊരു പ്രണയകഥയാണ്. തിരിച്ചു കിട്ടാത്ത പ്രണയത്തിനെ
ഇല്ല ഇല്ല, ഇവരെന്തൊക്കെ പറഞ്ഞാലും എനിക്കറിയാൻ കൊക്കണം, ഞാൻ നിന്നെ പ്രണയിക്കുന്നതിനേക്കാൾ എത്രയോ അധികം നീ എന്നെ പ്രണയിക്കുന്നു.